ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ആവേശക്കൊടുമുടി തീർത്ത പരസ്യ പ്രചാരണം കൊട്ടിക്കലാശിച്ചു. ഇനി നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകൾ. വിധിയെഴുത്ത് വ്യാഴാഴ്ച. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. കോൺഗ്രസ് നേതാവ് PA മാധവന് വാഹനാപകടത്തിൽ പരിക്കേറ്റ സംഭവം പോലീസ് സമഗ്രമായി അന്വേഷിക്കണമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. അപകടത്തിൽ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ലെന്ന് PA മാധവന്റെ മകൻ സമീർ M നായർ. പനമ്പട്ട കിട്ടാനില്ലാത്തതിനാൽ ഗുരുവായൂരപ്പന്റെ ആനകൾ പട്ടിണിയുടെ നിഴലിൽ. പനമ്പട്ട കൃത്യമായി എത്തിക്കുന്നതിൽ കരാറുകാരൻ വീഴ്ച വരുത്തിയതായി ആക്ഷേപം. വരവൂരിൽ തെരുവുനായ ആക്രമണം. കുട്ടികൾ ഉൾപ്പെടെ 3 പേരെ കടിച്ച തെരുവുനായ ചത്തു. പാവർട്ടിയിൽ വിദ്യാർത്ഥി ഉൾപ്പെടെ ആക്രമിച്ച തെരുവുനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. കൊരട്ടി മുരിങ്ങൂരിൽ സ്വകാര്യ ബസിനടിയിൽപ്പെട്ട് വയോധികയ്ക്ക് ദാരുണാന്ത്യം. ഉത്രാളിക്കാവിൽ കാർ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞ 2 പേർക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണത്തിന് കൊടിയിറങ്ങി. 23 ദിവസം നീണ്ട പരസ്യ പ്രചരണത്തിനാണ് പരിസമാപ്തിയായത്. ജില്ലയിലെ 13 മണ്ഡല കേന്ദ്രങ്ങളിലും ആവേശമേളപ്പെരുക്കം തീർത്തായിരുന്നു കൊട്ടിക്കലാശം. വിവിധയിടങ്ങളിൽ നിന്ന് ഇരുചക്രവാഹന റാലികളായി എത്തി മണ്ഡലസിരാ കേന്ദ്രത്തിൽ സംഗമിച്ചായിരുന്നു കൊട്ടിക്കലാശം. പ്രചരണ സമാപനത്തിന് കൊഴുപ്പു പകരാൻ വാദ്യമേളങ്ങളും നാടൻ കലാരൂപങ്ങളുമെല്ലാം ഒരുക്കിയിരുന്നു. സംഘർഷം ഒഴിവാക്കാൻ പോലീസും അതീവ ജാഗ്രത പുലർത്തിയിരുന്നു. ഇനി നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ്. വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണം ബുധനാഴ്ച നടക്കും. വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്. പൂരനഗരിയെ പ്രകമ്പനം കൊള്ളിച്ച് മുന്നണികൾ. ആവേശത്തിരയിളക്കം തീർത്ത് തൃശൂരിൽ മുന്നണികളുടെ കൊട്ടിക്കലാശം. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചൂടും ചൂരും നാടറിഞ്ഞ 3 ആഴ്ചക്കാലം. ആരോപണ പ്രത്യാരോപണങ്ങളും വാദപ്രതിവാദങ്ങളും വിവാദങ്ങളുമെല്ലാം നിറഞ്ഞ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിനാണ് നാട് സാക്ഷ്യം വഹിച്ചത്. ഈ പോരാട്ടച്ചൂട് പരസ്യ പ്രചാരണത്തിന്റെ അവസാന നിമിഷം വരെ നിലനിർത്തിയാണ് മുന്നണികൾ കലാശക്കൊട്ടിനെത്തിയത്. തൃശൂരിൽ തെക്കേ ഗോപുരനടയ്ക്ക് മുൻപിൽ സ്വരാജ് റൗണ്ടിലും MO റോഡിലുമായിട്ടാണ് 3 മുന്നണികളുടെയും കൊട്ടിക്കലാശം നടന്നത്. വർണ്ണബലൂണുകളും വർണ്ണക്കടലാസുകളും വാദ്യമേളങ്ങളും പാട്ടുവണ്ടികളുമെല്ലാമായി മുന്നണികൾ നഗരം ഇളക്കിമറിച്ചു. തൃശൂരിന്റെ തനിമ വിളിച്ചോതി കാവടിയും പുലിക്കളിയും നാടൻ കലാരൂപങ്ങളും എന്തിന് വർണ്ണക്കുടയും ആലവട്ടവഞ്ചാമരവും ചെറുവെടിക്കെട്ടുൾപ്പെടെ അണിനിരന്ന മിനി പൂരം കണക്കിയായിരുന്നു സാംസ്കാരിക നഗരിയിലെ കൊട്ടിക്കലാശം. 100 കണക്കിന് പ്രവർത്തകരും അണികളും തീർത്ത ആവേശാരവത്തിൽ സ്ഥാനാർത്ഥികളും നേതാക്കളും കൂടി ചേർന്നതോടെ നഗരം അലകടലായി ആർത്തിരമ്പി. LDF UDF മുന്നണികൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിവാദ വിഷയങ്ങളിലെ പാരഡി ഗാനങ്ങൾ അവതരിപ്പിച്ചതും പ്രവർത്തകരിൽ കലാശക്കൊഴിപ്പേകി. സ്ഥാനാർത്ഥി ചിത്രവും ചിഹ്നവും പതിച്ച പ്ലക്കാർഡുകളും ടീഷർട്ടും തൊപ്പിയും വമ്പൻ കൊടികളുമെല്ലാമായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ അണിനിരുന്നതോടെ ജനാധിപത്യോത്സവത്തിന്റെ ആവേശം വാനോളമുയർന്നു. സമയം 6 മണിയായതോടെ ശബ്ദപ്രചാരണത്തിനും പര്യവസാനമായി. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ കനത്ത പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തിയിരുന്നു. വീറും വാശിയും നിറഞ്ഞ 3 ആഴ്ച നീണ്ടുനിന്ന പരസ്യ പ്രചരണത്തിന് കൊട്ടിക്കലാശമായി. ഇനിയുള്ള മണിക്കൂറുകൾ നിശബ്ദ പ്രചരണത്തിൻ്റേത്. മറ്റന്നാൾ ജനം വിധി എഴുതും. ക്യാമറമാൻമാരായ കൃഷ്ണകുമാർ കെ മലയിലിനും സിബി പോട്ടൂരിനുമൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. ഇരിങ്ങാലക്കുടയിൽ കൊട്ടിക്കലാശം വർണ്ണാഭമാക്കി 3 മുന്നണികളും. LDF സ്ഥാനാർത്ഥി R ബിന്ദുവിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ പ്രകടനം നടത്തി. പ്രകടനം നഗരം ചുറ്റി ആൽത്തറയിൽ സമാപിച്ചു. UDF സ്ഥാനാർത്ഥി തോമസ് ഉണ്ണിയാടൻ പ്രവർത്തകരുടെ അകമ്പടിയോടെ ഠാണാവിലെത്തി കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തു. NDA സ്ഥാനാർത്ഥി സന്തോഷ് ചെറാക്കുളത്തിന്റെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പ്രവർത്തകർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കൊട്ടിക്കലാശം നടത്തി.
കൊട്ടിക്കലാശത്തിനിടെ തിരുവില്ലാമലയിൽ UDF LDF സംഘർഷം. പ്രവർത്തകർ പരസ്പരം കല്ലെറിഞ്ഞു. UDFനായി വാദ്യമേളം അവതരിപ്പിച്ച സംഘത്തിലുണ്ടായിരുന്ന അക്ഷയ് എന്ന യുവാവിന് പരിക്കേറ്റു. പഴയന്നൂർ പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കി. തൃപ്രയാറിൽ മുന്നണികൾ കൊട്ടിക്കലാശം നടത്തി. 3 മുന്നണികളും പ്രവർത്തകരുടെ വൻ പങ്കാളിത്തത്തോടെയാണ് കൊട്ടിക്കലാശത്തിനായി തൃപ്രയാർ സെന്ററിലേക്ക് എത്തിയത്. ബലൂണുകളും കൊടികളും സ്ഥാനാർത്ഥികളുടെ പ്ലക്കാർഡുകൾ ഏന്തിയും താളമേളങ്ങളുടെ അകമ്പടിയോടെയാണ് മുന്നണികൾ പ്രവർത്തകരെ ആവേശത്തിലാക്കിയത്. ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ കൊട്ടിക്കലാശം ആവേശഭരിതമായി. ജംഗ്ഷനിലായിരുന്നു 3 സ്ഥാനാർത്ഥികളും തമ്പടിച്ച് പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകൾ തകർത്താടിയത്. റെയിൽവേ സ്റ്റേഷൻ റോഡിൽ LDFും ആനമല റോഡിൽ UDFും അണിനിരന്നു. സൌത്ത് ജംഗ്ഷൻ റോഡ് ആയിരുന്നു NDAക്ക് അനുവദിച്ചിരുന്നത്. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബിജു എസ് ചിറയത്ത്, UDFിലെ സനീഷ് കുമാർ ജോസഫ്, NDAയുടെ അഡ്വക്കേറ്റ് ചാർലി പോൾ എന്നിവർ വാഹനത്തിന് മുകളിൽ കയറി നിന്നാണ് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തത്. കൊട്ടിക്കലാശത്തിന് ശേഷം LDF UDF പ്രവർത്തകർ നഗരം ശുചീകരിച്ച് മാതൃക കാട്ടി. ആവേശത്തിന്റെ അലകടൽ തീർത്ത് ഗുരുവായൂർ മണ്ഡലം പരസ്യപ്രചരണം ചാവക്കാട് നഗരത്തിൽ കൊട്ടിക്കലാശിച്ചു. LDF, UDF, NDA മുന്നണികളും SDPI, ആം ആദ്മി പാർട്ടി എന്നിവർ നഗരത്തിൽ സംഗമിച്ചപ്പോൾ നഗരം ജനസാഗരമായി മാറി. മണത്തല ഭാഗത്തുനിന്ന് റോഡ് ഷോയുമായി UDFിലെ CH റഷീദും പ്രവർത്തകരും ഏനമാവ് റോഡിൽ നിന്ന് BJP പ്രവർത്തകരും എത്തി. BJP പ്രവർത്തകരുടെ തൊട്ടുമുന്നിൽ SDPI പ്രവർത്തകർ നിന്നത് BJP പ്രവർത്തകർക്ക് മുന്നോട്ടു പോകുവാൻ കഴിയാതിരുന്നതും നേരിയ തർക്കത്തിനിടയാക്കി. തുടർന്ന് പോലീസ് ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. BJP സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണൻ JCBയിൽ കയറി നിന്ന് പാട്ടിനൊപ്പം നൃത്തം ചവിട്ടി പ്രവർത്തകരെ ആവേശത്തിലാക്കി. LDF, UDF മുന്നണി പ്രവർത്തകർ പാരഡി ഗാനത്തിനൊപ്പം കൊടിവീശിയും നൃത്തം ചവിട്ടിയും ആവേശ കൊടുമുടി തീർത്തു. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പുലർക്കാലേ പാടി കുഴലൂരേ കിളുച്ചിലേ എന്നു കിളുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടേവ കണി കാണാ മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂരേ കിളുച്ചിലേ എന്നു കിളുങ്ങും. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തയിലേക്ക്.
കയ്പമംഗലത്തെ കലാശക്കൊട്ട് ആവേശക്കടലായി. 3 മുന്നണികൾക്കും 3 ഇടങ്ങളിലായിട്ടാണ് കലാശക്കൊട്ടിന് അനുമതി നൽകിയിരുന്നത്. UDFന്റെ കലാശക്കൊട്ട് മതിലകത്തും LDFന്റെ കലാശക്കൊട്ട് 3 പിടികയിലും NDAയുടെ കലാശക്കൊട്ട് പെരിഞ്ഞനത്തുമാണ് നടന്നത്. വാദ്യമേളങ്ങളുടെയും കാവടിയുടെയും ഗാനങ്ങളുടെയും അകമ്പടിയോടെ പ്രവർത്തകർ ആവേശച്ചുവട് വെച്ചു. ആവേശക്കൊടുമുടിയേറി പുതുക്കാട് കുട്ടിക്കലാശം. 3 മുന്നണികളും പുതുക്കാട് സെന്ററിൽ നടത്തിയ കുട്ടിക്കലാശം പ്രവർത്തകരെ ആവേശത്തിന്റെ കൊടുമുടിയിലേറ്റി. LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രനും NDA സ്ഥാനാർത്ഥി A നാഗേഷും ക്രെയിനിലേറിയാണ് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തത്. UDF സ്ഥാനാർത്ഥി KM ബാബുരാജ് തുറന്ന വാഹനത്തിലാണ് എത്തിയത്. വാദ്യമേളങ്ങളും കാവടിയാട്ടവും 3 മുന്നണികളും കുട്ടിക്കലാശത്തിനിറക്കിയപ്പോൾ ദേശീയപാതയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. പോലീസിനൊപ്പം പാർട്ടി നേതാക്കൾ കൂടി എത്തിയാണ് ഗതാഗതം നിയന്ത്രിച്ച് കുരുക്കിൽപ്പെട്ട വാഹനങ്ങൾ കടത്തിവിട്ടത്. തെരഞ്ഞെടുപ്പ് പ്രചരണ ചൂടിന് പരിസമാപ്തി കുറിച്ച് മണലൂർ നിയോജക മണ്ഡലത്തിലെ മുന്നണികൾ പാവർട്ടിയിൽ കുട്ടിക്കലാശം നടത്തി. പാവർട്ടി ടൌണിനെ അക്ഷരാർത്ഥത്തിൽ ഇളക്കിമറിച്ചാണ് UDF, LDF, NDA, SDPI സ്ഥാനാർത്ഥികളുടെ പ്രചരണ കലാശക്കൊട്ട് നടന്നത്. വാദ്യമേളങ്ങളുടെയും പൂക്കാവടികളുടെയും പ്രചരണ വാഹനങ്ങളുടെയും അകമ്പടിയോടെയാണ് 3 മുന്നണി സ്ഥാനാർത്ഥികളും SDPI സ്ഥാനാർത്ഥിയും തങ്ങളുടെ ശക്തി പ്രകടനം നടത്തിയത്. സ്ഥാനാർത്ഥികൾക്ക് പിന്തുണയുമായി മുദ്രാവാക്യം വിളികളോടെ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഇരുചക്ര വാഹനങ്ങളിലും പ്രകടനമായും പാവർട്ടിയിലേക്ക് ഒഴുകിയെത്തിയത്. UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ പ്രചരണ വാഹനത്തിന് മുകളിൽ കയറി ത്രിവർണ്ണ ബലൂണുകളും കൊടികളും വീശിയത് പ്രവർത്തകർക്ക് ആവേശം പകർന്നു. LDF, NDA, SDPI സ്ഥാനാർത്ഥികളും പ്രവർത്തകരുടെ അകമ്പടിയോടെ പാവർട്ടി ടൌണിലെത്തി. മാളയിൽ നടന്ന കുട്ടിക്കലാശത്തിൽ LDF സ്ഥാനാർത്ഥി VR സുനിൽകുമാർ, UDF സ്ഥാനാർത്ഥി OJ ജെനീഷ്, NDA സ്ഥാനാർത്ഥി ഡോക്ടർ വർഗീസ് ജോർജ് എന്നിവർ പങ്കെടുത്തു. മുന്നണി പ്രവർത്തകർ ഇടകലരാതെ പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഒല്ലൂരിലെ കുട്ടിക്കലാശം ആവേശമായി. വാദ്യമേളങ്ങളുടെയും പാരഡി ഗാനങ്ങളുടെയും അകമ്പടിയോടെയായിരുന്നു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ കലാശപ്പോരിൽ പങ്കെടുക്കാനെത്തിയത്. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷാജി കോടകണ്ടത്ത് ചിറക്കിയകാട് നിന്നാണ് റോഡ് ഷോയായി ഒല്ലൂരിലെത്തിയത്. NDA സ്ഥാനാർത്ഥി ഒല്ലൂർ എസ്റ്റേറ്റ് പരിസരത്ത് നിന്ന് റോഡ് ഷോയായി കാർപേട്ടയിലെത്തിയാണ് പരസ്യപ്രചരണം കുട്ടിക്കലാശിച്ചത്. ചലച്ചിത്ര നടൻ ദേവൻ NDA സ്ഥാനാർത്ഥിയുടെ കുട്ടിക്കലാശത്തിൽ പങ്കെടുത്തു. LDF സ്ഥാനാർത്ഥി K രാജൻ മണ്ണുത്തിയിൽ നിന്ന് റോഡ് ഷോയായി ഒല്ലൂരിലെത്തി. കൂറ്റൻ ക്രെയിനിൽ കയറി നിന്നായിരുന്നു സ്ഥാനാർത്ഥി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തത്. വാശിയേറിയ പ്രചാരണത്തിന് വിരാമമിട്ട് കുന്നംകുളം നഗരത്തിൽ മുന്നണികളുടെ ആവേശകരമായ കുട്ടിക്കലാശം. വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തിയ മുന്നണികളുടെ ബൈക്ക് റാലികൾ നഗരകേന്ദ്രത്തിൽ സംഗമിച്ചതോടെ കുന്നംകുളം അക്ഷരാർത്ഥത്തിൽ ജനസാഗരമായി മാറി. വടക്കാഞ്ചേരി റോഡിൽ LDF പ്രവർത്തകർ ചുവപ്പണിഞ്ഞപ്പോൾ തൃശൂർ റോഡ് UDF പ്രവർത്തകരുടെ മുവർണ്ണക്കൊടികളാൽ നിറഞ്ഞു. പട്ടാമ്പി റോഡിൽ NDA പ്രവർത്തകർ കാവിപ്പടയുമായി തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചു. മുന്നണി പ്രവർത്തകർക്ക് ആവേശം പകർന്നുകൊണ്ട് സ്ഥാനാർത്ഥികളായ AC മൊയ്തീൻ, PT അജയ് മോഹൻ, KR റജിൽ എന്നിവർ കലാശപ്പോരിൽ സംബന്ധിച്ചു. LDF, UDF പ്രവർത്തകർ നിശ്ചിത സമയം കഴിഞ്ഞിട്ടും പിരിഞ്ഞു പോകാതെ മുദ്രാവാക്യം വിളികളുമായി നിലയുറപ്പിച്ചത് നേരിയ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ടാണ് പ്രവർത്തകരെ ശാന്തരാക്കി നഗരത്തിൽ നിന്നും മാറ്റിയത്. തെരഞ്ഞെടുപ്പ് പ്രചരണ കൊട്ടിക്കലാശത്തിന് ശേഷം പാവർട്ടി ടൌണിൽ ശുചീകരണവുമായി UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ. തെരഞ്ഞെടുപ്പിന്റെ ഹരിത പ്രോട്ടോകോൾ പാലിക്കുന്നതിന്റെ ഭാഗമായാണ് കലാശക്കൊട്ടിന് ശേഷം പാവർട്ടി സെന്ററിൽ TN പ്രതാപന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. വിവാദങ്ങളുടെ മേളപ്പെരുക്കം കണ്ട പരസ്യപ്രചാരണത്തിനാണ് ജില്ലയിൽ കൊടിയിറങ്ങിയത്. സംസ്ഥാനതലത്തിൽ തന്നെ ചർച്ചയായ വിഷയങ്ങൾ വോട്ടർമാരെ ഏതൊക്കെ രീതിയിൽ സ്വാധീനിച്ചുവെന്ന് കണ്ടറിയണം.
സി മുകുന്ദൻ CPI പോരിലൂടെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്തെ വിവാദങ്ങൾക്ക് വിളംബരമായത്. നാട്ടികയിലെ സ്ഥാനാർത്ഥിയായി CPI നിശ്ചയിച്ച ഗീതാഗോപിക്കെതിരെ ആരോപണ പൊരിച്ചിലിന് തീകൊളുത്തി സി മുകുന്ദൻ കമ്മ്യൂണിസ്റ്റ് തട്ടകം വിട്ടിറങ്ങി. കോൺഗ്രസ് കൈയൊഴിഞ്ഞതോടെ ചെന്നു നിൽക്കാൻ ഇടം നൽകിയത് BJP. താമര ചിഹ്നത്തിൽ മുകുന്ദൻ വോട്ട് തേടിയിറങ്ങി. ഏറെ ചർച്ചകൾക്കൊടുവിലാണ് UDFിൽ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായത്. അല്ലറ ചില്ലറ അസ്വാരസ്യങ്ങളുണ്ടായെങ്കിലും വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങാതെ UDF നേതൃത്വം കൈയടക്കം കാണിച്ചു. NDAയിൽ കൊടുങ്ങല്ലൂർ സീറ്റാണ് കീറാമുട്ടിയായത്. 2020 സീറ്റ് നൽകിയതോടെ മണ്ഡലത്തിൽ പ്രചരണം തുടങ്ങിയ B. ഗോപാലകൃഷ്ണനെ ഗുരുവായൂരിലേക്ക് മാറ്റി പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP CPM ഡീൽ ആരോപണം ജില്ലയിൽ ആദ്യമുയർന്നത് ഗുരുവായൂരിൽ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂരിൽ മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് BJPയുമായി ധാരണയുണ്ടാക്കിയെന്ന് അന്നത്തെ UDF സ്ഥാനാർത്ഥിയായിരുന്ന KN ഖാദർ തന്റെ പുസ്തകത്തിലൂടെ ആരോപിച്ചു. തുടർന്നിങ്ങോട്ട് ഡീൽ ആരോപണങ്ങളുടെ പ്രതിധ്വനി പല മണ്ഡലങ്ങളിലും ഉയർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8 കോടി വാങ്ങി സുരേഷ് ഗോപിയുമായി ഡീലുണ്ടാക്കിയ TN പ്രതാപൻ വോട്ട് മറിച്ചു എന്നാരോപിച്ചത് കോൺഗ്രസ് പ്രാദേശിക നേതാവാണ്. കയ്യോടെ നിയമ നടപടി സ്വീകരിച്ച് പ്രതാപൻ പ്രതിരോധം തീർത്തു. ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശങ്ങളെ ചൊല്ലിയുള്ള ചർച്ചകൾ സംസ്ഥാന തലം വരെ നീണ്ടു. വർഗീയ ചേരിതിരിവുണ്ടാക്കുന്നുവെന്ന് കാണിച്ച് ഗോപാലകൃഷ്ണനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും പോലീസിൽ കേസുമൊക്കെയായി നടപടികൾ തുടരുകയാണ്. തൃശൂരിലെ UDF സ്ഥാനാർത്ഥി രാജൻ പല്ലനെതിരെയും LDFന്റെ പരാതി ഉയർന്നു. നഗരത്തിൽ LDF ഭരണസമിതി നടപ്പിലാക്കിയ വികസന നേട്ടങ്ങൾ തന്റെ പേരിലാക്കി പ്രചരിപ്പിക്കുന്നുവെന്നായിരുന്നു മുൻ മേയർ കൂടിയായ രാജൻ പല്ലനെതിരായ പരാതി. എന്നാൽ താൻ നടത്തിയ പ്രവർത്തനങ്ങൾ വിശദീകരിച്ച് രാജൻ പല്ലനും മറുപടി നൽകി. പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ സി മുകുന്ദന്റെ പേഴ്സണൽ അസിസ്റ്റന്റായിരുന്ന അസർ മജീദ് അറസ്റ്റിലായി. ഗീതാഗോപിക്കെതിരെ ജാതി അധിക്ഷേപം നിറഞ്ഞ സൈബർ പ്രചരണം നടത്തിയെന്ന കേസിലായിരുന്നു നടപടി. പ്രചാരണം അവസാന ലാപ്പിലെത്തിയപ്പോഴാണ് വോട്ടിന് കിറ്റ് ആരോപണം കളം നിറഞ്ഞത്. ഒളരിയിലും വാടാനപ്പള്ളിയിലും വോട്ടർമാർക്ക് നൽകാൻ BJP കിറ്റുകൾ തയ്യാറാക്കിയെന്ന ആരോപണത്തിൽ സംഘർഷവും പോലീസ് കേസുമായി രംഗം കൊഴുത്തു. ഇങ്ങനെ വിവാദങ്ങളുടെ വിത്തെറിഞ്ഞ തെരഞ്ഞെടുപ്പ് നിലത്ത് ആര് വിജയം കൊയ്തെടുക്കുമെന്ന് കാത്തിരുന്നു കാണാം. ന്യൂസ് ഡെസ്ക് TCV. ഇടവേള. കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. കണിക്കൊന്നയും കണിവെള്ളരിയും ഒരുക്കി ഒരു വിഷുദിനം കൂടി വരവായി. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ വിഷുദിനാശംസകൾ. കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തയിലേക്ക്. കോൺഗ്രസ് നേതാവ് PA മാധവന് വാഹനാപകടത്തിൽ പരിക്കേറ്റ സംഭവം പോലീസ് സമഗ്രമായി അന്വേഷിക്കണമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. തൃശൂരിൽ LDF വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു KV അബ്ദുൽ ഖാദർ. അപകടത്തിലെ ദുരൂഹത നീക്കണമെന്ന് PA മാധവന്റെ മകൻ പോലീസിൽ പരാതിപ്പെട്ടതായി അബ്ദുൽ ഖാദർ പറഞ്ഞു. DCCയുടെ മുൻ പ്രസിഡന്റും മുൻ MLAയുമായ ശ്രീ PA മാധവൻ ആ അപകടം ദുരൂഹമാണ് എന്ന് അദ്ദേഹത്തിന്റെ മകൻ പോലീസിന് പരാതി നൽകിയിരിക്കുകയാണ്. തൃശൂർ ജില്ലയിലെ ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസും BJPയും അവിശുദ്ധ കൂട്ടുകെട്ടുള്ളതായി സംശയിക്കുന്നതായി അബ്ദുൽ ഖാദർ പറഞ്ഞു. ചേലക്കര മണ്ഡലത്തിൽ UDF പ്രചരണ രംഗത്ത് സജീവമല്ല. കുന്നംകുളത്തും കൊടുങ്ങല്ലൂരും NDAയും സജീവമല്ലെന്ന് അബ്ദുൽ ഖാദർ പറഞ്ഞു. തൃശൂർ ജില്ലയിൽ ചില മണ്ഡലങ്ങളിൽ UDF വേണ്ടത്ര പ്രവർത്തന രംഗത്തുണ്ടായില്ല, പ്രത്യേകിച്ച് ചേലക്കര നിയമസഭാ മണ്ഡലം. LDF ജില്ലാ നേതാക്കളും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. TCV തൃശൂർ. PA മാധവന് സംഭവിച്ച അപകടത്തിൽ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ലെന്ന് അദ്ദേഹത്തിന്റെ മകൻ സമീർ M. നായർ TCVയോട് പറഞ്ഞു. ഇടതുമുന്നണിയുടെ വാർത്താ സമ്മേളനത്തിലെ ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു സമീർ. അപകടം സംബന്ധിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടത് വാസ്തവമാണ്. എന്നാൽ അതിനെ വളച്ചൊടിക്കുന്നതിനോട് യോജിക്കുന്നില്ലെന്നും സമീർ പറഞ്ഞു. പനമ്പട്ട കിട്ടാനില്ലാത്തതിനെ തുടർന്ന് ഗുരുവായൂരപ്പന്റെ ആനകൾ പട്ടിണിയുടെ നിഴലിൽ.
പനമ്പട്ട കൃത്യമായി എത്തിക്കുന്നതിൽ കരാറുകാരൻ വരുത്തിയ വീഴ്ചയാണ് 35 ആനകളുടെയും വയറൊട്ടാൻ കാരണമായിരിക്കുന്നത്. കഴിഞ്ഞ 10 ദിവസമായി ആനത്താവളത്തിൽ ആവശ്യത്തിന് പട്ട ലഭിക്കുന്നില്ലെന്നാണ് പരാതി. പട്ടയുടെ ലഭ്യത കുറഞ്ഞതോടെ ആനകൾ ഭക്ഷിക്കാതെ ഉപേക്ഷിക്കാറുള്ള പട്ടയുടെ ഉണങ്ങിയ അവശിഷ്ടങ്ങൾ നൽകിയാണ് ആനകളുടെ വിശപ്പടക്കുന്നത്. ഇത് ആനകളുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് പാപ്പാന്മാർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ പനമ്പട്ടയ്ക്ക് പകരമായി ആനത്താവളത്തിൽ പുല്ലെത്തിച്ചിരുന്നു. എന്നാൽ പട്ടയേക്കാൾ ഉയർന്ന വില നൽകി വാങ്ങുന്ന പുല്ലും ആനകൾക്ക് ആശ്വാസമാകുന്നില്ല. പനമ്പട്ട എത്തിക്കാൻ കരാറെടുത്ത വ്യക്തിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ബോധപൂർവമായ വീഴ്ചയാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ദേവസ്വം അധികൃതർ പറയുന്നത്. അടിയന്തരമായി പട്ട എത്തിക്കണമെന്നാവശ്യപ്പെട്ട് ആനത്താവളം അധികൃതർ ദേവസ്വത്തിന് റിപ്പോർട്ട് നൽകി. കരാർ വ്യവസ്ഥകൾ ലംഘിക്കുകയും മിണ്ടാപ്രാണികളെ പട്ടിണിക്കിടുകയും ചെയ്ത കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും ശക്തമാണ്. വരവൂരിൽ തെരുവുനായ ആക്രമണം. കുട്ടികൾ ഉൾപ്പെടെ 3 പേരെ കടിച്ച തെരുവുനായ പിന്നീട് ചത്തു. കൊല്ലം കുന്ന് വീട്ടിൽ പ്രവീണിന്റെ മകൻ 9 വയസ്സുകാരനായ പ്രണവ്, കരിപ്പാടി വീട്ടിൽ കണ്ണന്റെ മകൾ 2.5 വയസ്സുകാരി നിയ, 21 വയസ്സുള്ള ഫാത്തിമ ഷിഫാന എന്നിവരെയാണ് നായ കടിച്ചത്. പ്രണവിനെയും നിയയെയും വീട്ടിൽ കയറിയും ഫാത്തിമ ഷിഫാനെ വരവൂർ LP സ്കൂളിലെ ജിംനേഷ്യത്തിലും വെച്ചുമാണ് കടിച്ചത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി. പാവർട്ടിയിൽ സ്കൂൾ വിദ്യാർത്ഥിയെ ഉൾപ്പെടെ 3 പേരെയും നിരവധി വളർത്തുമൃഗങ്ങളെയും ആക്രമിച്ച തെരുവുനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. മണ്ണുത്തി വെറ്റിനറി കോളേജിലെ പത്തോളജി വിഭാഗമാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. പൈങ്കണ്ണിയൂർ, കാക്കശ്ശേരി മേഖലകളിലാണ് തെരുവുനായ ആക്രമണമുണ്ടായത്. പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡോ ലിജോ അറിയിച്ചു. കൊരട്ടി മുരിങ്ങൂരിൽ ബസ്സിനടിയിൽപ്പെട്ട് വയോധികയ്ക്ക് ദാരുണാന്ത്യം. ആറ്റപ്പാടം സ്വദേശി കവരപ്പറമ്പിൽ വീട്ടിൽ കൊച്ചാപ്പു ഭാര്യ 65 വയസ്സുള്ള ചന്ദ്രുവാണ് മരിച്ചത്. കുറ്റിക്കാടുള്ള മകന്റെ വീട്ടിൽ പോയി തിരികെ വരുമ്പോൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്കായിരുന്നു അപകടം. ചാലക്കുടിയിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്ന സെന്റ് ജോസഫ് ബസ്സിലെ യാത്രക്കിടെ മുരിങ്ങൂർ സെന്റ് ആന്റണീസ് പള്ളിക്ക് സമീപമുള്ള സ്റ്റോപ്പിൽ ചാടിയിറങ്ങിയപ്പോൾ ബസ്സിനടിയിൽ കുടുങ്ങുകയായിരുന്നു. ഇവരുടെ ശരീരത്തിലൂടെ ബസ്സിന്റെ ചക്രങ്ങൾ കയറിയിറങ്ങി. മണിക്കൂറുകൾക്ക് ശേഷമാണ് മരിച്ചയാളെ തിരിച്ചറിഞ്ഞത്. കൊരട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഉത്രാളിക്കാവിന് സമീപം കാർ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ മണ്ണാർക്കാട് സ്വദേശികളായ ഇബ്രാഹിം, ഷഫീഖ് എന്നിവർക്ക് പരിക്കേറ്റു. അപകടത്തിന്റെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും മടങ്ങുകയായിരുന്ന മണ്ണാർക്കാട് അലനല്ലൂർ സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. വളവ് തിരിയുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ താഴെയുള്ള വീടിന്റെ വശത്തേക്കാണ് പതിച്ചത്. അപകടത്തെ തുടർന്ന് സമീപത്തെ വൈദ്യുതി തൂണുകളും തകർന്നു. ജില്ലയിൽ 25,32,715 വോട്ടർമാർ. ഇതിൽ 12,28,118 പുരുഷന്മാരും 13,04,580 സ്ത്രീകളും 17 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമാണ് ഉൾപ്പെടുന്നത്. മണലൂർ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത്, 10 പേർ. ഏറ്റവും കുറവ് നാട്ടിക മണ്ഡലത്തിലാണ്, 3 പേർ. 13 നിയമസഭാ മണ്ഡലങ്ങളിലായി 77 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 13 മണ്ഡലങ്ങളിലായി 1321 കേന്ദ്രങ്ങളിലായി 2839 പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 13,628 പോളിംഗ് ഉദ്യോഗസ്ഥരാണ് റിസർവ് ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടപടികൾക്കായി നിയോഗിച്ചിട്ടുള്ളത്. നിയോജക മണ്ഡലങ്ങളുടെ സ്ട്രോങ് റൂമുകൾ നിരീക്ഷകരുടെയും സ്ഥാനാർത്ഥി പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ബുധനാഴ്ച തുറന്ന് മെഷീനുകൾ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് അനുവദിക്കുന്ന നടപടികൾ സ്വീകരിക്കും. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും ഭിന്നശേഷിക്കാർക്കായി വീൽചെയർ സൗകര്യം ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി 7,500 പോലീസുകാരെ വിന്യസിച്ചു. 2 പോലീസ് ജില്ലകളിലായി 12 തെരഞ്ഞെടുപ്പ് ഡിവിഷനുകൾ നിശ്ചയിച്ച് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടുമാരുടെ നേതൃത്വത്തിൽ സിറ്റി, റൂറൽ പോലീസ് ചീഫുമാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ. ജില്ലയിലെ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ കേന്ദ്ര സായുധ പോലീസ് സേനയെയും വിന്യസിച്ചിട്ടുണ്ട്. 81 ക്രിറ്റിക്കൽ പോളിംഗ് സ്റ്റേഷനുകളിൽ പൊതുനിരീക്ഷകന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ 61 മൈക്രോ ഒബ്സർവർമാരെ നിയമിച്ചിട്ടുണ്ട്. പോളിംഗ് നടപടികൾ വെബ്കാസ്റ്റിംഗ് മുഖേന തത്സമയം നിരീക്ഷിക്കും. വോട്ട് രേഖപ്പെടുത്താൻ തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡിന് പുറമെ 12 രേഖകൾ ഉപയോഗിക്കാം. ആധാർ കാർഡ്, തൊഴിലുറപ്പ് കാർഡ്, ഫോട്ടോ പതിച്ച ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് പാസ്ബുക്ക്, തൊഴിൽ മന്ത്രാലയം നൽകിയിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ്, സ്മാർട്ട് കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, NPR സ്മാർട്ട് കാർഡ്, പാസ്പോർട്ട്, ഫോട്ടോ പതിപ്പിച്ച പെൻഷൻ കാർഡ്, ഉദ്യോഗസ്ഥരുടെ സർവീസ് തിരിച്ചറിയൽ രേഖ, MP, MLA എന്നിവരുടെ തിരിച്ചറിയൽ കാർഡ്, ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന UDID കാർഡ് എന്നീ 12 രേഖകളിൽ ഏതെങ്കിലും ഒന്ന് സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ രേഖയായി ഉപയോഗിക്കാനാകും.
കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ ഭക്ഷ്യക്കിറ്റ് വിതരണത്തെ ചൊല്ലിയുണ്ടായ സംഘർഷത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. തിങ്കളാഴ്ച രാത്രി എടവിലങ്ങ് അടിപൊളി നഗർ കിഴക്ക് വശത്തായിരുന്നു സംഭവം. PKS സൂപ്പർമാർക്കറ്റിൽ ഭക്ഷ്യധാന്യ കിറ്റുകൾ തയ്യാറാക്കുന്നത് NDA സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണെന്ന ആരോപണവുമായി LDF രംഗത്ത് വന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഇതേ ചൊല്ലി ആരോപണം ഉയരുകയും പോലീസ് പ്രശ്നം പരിഹരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വിഷയത്തെ ചൊല്ലി വീണ്ടുമുണ്ടായ തർക്കം സംഘട്ടനത്തിൽ കലാശിക്കുകയായിരുന്നു. സംഘർഷത്തിൽ പരിക്കേറ്റ സ്ഥാപന ഉടമ സനീഷ്, സഹോദരങ്ങളായ സജീഷ്, സരീഷ്, അമ്മ ഈശ്വരി എന്നിവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പരിക്കേറ്റ ഡിവൈഎഫ്ഐ നേതാവ് വിനിൽദാസ്, അമീർ എന്നിവർ കൊടുങ്ങല്ലൂർ മെഡിക്കെയർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിഷു ആഘോഷത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിലെ സ്ഥാപനത്തിന് വേണ്ടിയാണ് കിറ്റ് ഒരുക്കിയതെന്ന് സ്ഥാപന ഉടമ സനീഷ് പോലീസിന് മൊഴി നൽകി. സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ടാലറിയാവുന്ന 10 പേർക്കെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ കലാമണ്ഡലത്തിൽ അനധികൃത നിയമത്തിന് ശ്രമമെന്ന് പരാതി. ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് വളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PI ഷാനവാസ് പരാതി നൽകി. കേരള കലാമണ്ഡലത്തിലെ വിവിധ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാരുടെ സേവനം അവസാനിപ്പിച്ച് മാർച്ച് 31-ന് ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ ഏപ്രിൽ 4 മുതൽ വീണ്ടും ജോലിയിൽ പ്രവേശിക്കുന്നതിന് ഉത്തരവിറങ്ങിയതായി PI ഷാനവാസ് ആരോപിക്കുന്നു. അതേസമയം അനധികൃതമായി ഒന്നും നടന്നില്ലെന്ന് കലാമണ്ഡലം രജിസ്ട്രാർ P. രാജേഷ് കുമാർ പറഞ്ഞു. എല്ലാ വർഷവും മാർച്ച് 31-ന് ദിവസവേതനക്കാരെ പിരിച്ചുവിടുകയും ഏപ്രിൽ ആദ്യം പുതിയ നിയമന ഉത്തരവ് നൽകുകയുമാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. മണലൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപനെതിരെ ആരോപണവുമായി BJPയിൽ ചേർന്ന മുൻ കോൺഗ്രസ് നേതാവ്. പ്രതാപൻ തനി വിഷവും ശുദ്ധ തട്ടിപ്പുകാരനുമാണെന്ന് മുൻ DCC വൈസ് പ്രസിഡന്റ് MS അനിൽകുമാർ പറഞ്ഞു. ദാരിദ്ര്യം വിറ്റ് കാശാക്കുന്ന പ്രതാപന്റെ പ്രകടനങ്ങളെല്ലാം പ്രഹസനമാണ്. സ്നേഹതീരം പദ്ധതിയുടെ മറവിൽ പോലും ബിനാമി ഇടപാടും തട്ടിപ്പുമുണ്ട്. തെരഞ്ഞെടുപ്പുകളിൽ പത്മജയുടെയും മുരളീധരന്റെയും തോൽവിക്ക് മുഖ്യ കാരണക്കാരൻ പ്രതാപനാണ്. സ്വാർത്ഥ നേട്ടത്തിനായി ആരുമായും കൂട്ടുകൂടി നീക്കുപോക്ക് നടത്തും. വാടാനപ്പള്ളി കിറ്റ് വിവാദം പ്രതാപന്റെ നാടകമാണ്. പ്രതാപനെതിരെ കോൺഗ്രസ് നേതാവ് ഫിറോസ് ഉന്നയിച്ച ആരോപണങ്ങളിൽ വാസ്തവം ഉണ്ടാകുമെന്നും അനിൽകുമാർ തൃശൂരിൽ പറഞ്ഞു. പ്രഹസനമാണ് ഈ പ്രതാപൻ കാണിക്കുന്നത്. മുഴുവൻ പ്രഹസനമാണ്, എല്ലാം തട്ടിപ്പാണ്. ദാരിദ്ര്യം വിറ്റ് കാശാക്കുന്ന ഒരാളാണ് പ്രതാപൻ. ഈ സ്നേഹതീരം എന്ന് പറയുന്ന പദ്ധതി, അതിന്റെ പരിസരത്തുള്ള 12 ഏക്കറോളം സ്ഥലം ഇദ്ദേഹം ബിനാമി പേരിൽ മേടിച്ച് കൂട്ടിക്കുക. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ ഇവർ വെട്ടിക്കൂട്ടുകയാണ്. അതിന് ജില്ലയിൽ നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ് TN പ്രതാപൻ. ഇവരൊരാളെയും വളർത്തില്ല. ഇവരെ കോഴി വളർത്തൽ കേന്ദ്രങ്ങളായി കോൺഗ്രസിനെ അധപ്പതിപ്പിച്ചു. K. മുരളീധരന്റെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം TN പ്രതാപനാണ്. രാഷ്ട്രീയത്തിൽ ഒരാൾക്ക് ഓസ്കാർ കൊടുക്കാമെങ്കിൽ അത് പ്രതാപന് കൊടുക്കാം. തെരഞ്ഞെടുപ്പിൽ UDF തൃശൂർ ജില്ലയിൽ വൻ മുന്നേറ്റം നടത്തുമെന്ന് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് പറഞ്ഞു. തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ജോസഫ് ടാജറ്റ്. PA മാധവന് അപകടം സംഭവിച്ചതിനെ ചൊല്ലിയുള്ള പരാതി CPM വളച്ചൊടിക്കുകയാണ്. TN പ്രതാപനെതിരെയുള്ള ഫിറോസിന്റെ പരാതി പൂർണ്ണമായും തെറ്റാണ്. കോൺഗ്രസ് പുറത്താക്കിയ ഒരാൾക്ക് വാർത്താസമ്മേളനം നടത്താൻ ഓഫീസ് വിട്ടു നൽകിയത് CPMന്റെ അപജയമാണ് കാണിക്കുന്നത്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും UDF മികച്ച മുന്നേറ്റമുണ്ടാക്കുമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, മുസ്ലിം ലീഗ് നേതാവ് CA റഷീദ്, കോൺഗ്രസ് M നേതാവ് CV കുര്യാക്കോസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഐക്യജനാധിപത്യ മുന്നണിയുടെ റിമോട്ട് കൺട്രോൾ 100% മലപ്പുറം ജില്ലയിലേക്കും പാണക്കോട്ടേക്കും തിരിയുന്ന സാഹചര്യമാണ് ഉള്ളതെന്ന് NDA വൈസ് ചെയർമാൻ AN രാധാകൃഷ്ണനും തെരഞ്ഞെടുപ്പിൽ തോറ്റതോടെ VS സുനിൽകുമാറിന് മാനസിക വിഭ്രാന്തിയാണെന്ന് നാട്ടിക NDA സ്ഥാനാർത്ഥി CC മുകുന്ദനും BJP ഓഫീസിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ജമാഅത്തെ ഇസ്ലാമിയും SDPI ഉൾപ്പെടെയുള്ള കക്ഷികൾ ഇരു മുന്നണിയിലേക്കും ചേക്കേറിയ സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയെ സൂചിമുനയിൽ നിർത്തി ഉപമുഖ്യമന്ത്രി സ്ഥാനവും 6 മന്ത്രിസ്ഥാനവും നേടിയെടുക്കാനുള്ള തന്ത്രമാണ് ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യനായ കരുണാകരനെ പരസ്യമായി അവഗണിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നതെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. പല നിയമസഭാ മണ്ഡലങ്ങളിലും ഉള്ളതുപോലെ നാട്ടികയിലും LDF UDF ഡീൽ പ്രകടമാണ്. CC മുകുന്ദന്റെ സന്തത സഹചാരിയായ അസർ മജീദിനെ ബോധപൂർവം അറസ്റ്റ് ചെയ്തതിലൂടെ CC മുകുന്ദനെ തളർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. ജനാധിപത്യ ശക്തി ഉപയോഗിച്ച് ഇതിനെ നേരിടുമെന്നും AN രാധാകൃഷ്ണൻ പറഞ്ഞു. തന്നെ തേജോവധം ചെയ്യുന്ന നടപടിയാണ് കഴിഞ്ഞ ദിവസം പരാതി നൽകാൻ പോയ അസർ മജീദിനെ അറസ്റ്റ് ചെയ്തതിലൂടെ ഉണ്ടായതെന്ന് CC മുകുന്ദൻ കുറ്റപ്പെടുത്തി. അന്തിക്കാട് സെന്ററിൽ വെച്ച് തന്നെ വീട്ടിൽ കയറി തല്ലുമെന്ന് പരസ്യമായി പ്രസംഗിച്ചവർക്കെതിരെ SC നിയമപ്രകാരം കേസ് കൊടുക്കുമെന്നും SC വിഭാഗത്തിൽപ്പെട്ടതുകൊണ്ട് CPIയിൽ നിന്ന് തനിക്ക് അവഗണന നേരിട്ടുവെന്നും മുകുന്ദൻ കുറ്റപ്പെടുത്തി. സുനിൽകുമാറിന്റെ സ്വത്തിനെക്കുറിച്ച് വിവരം കിട്ടിയിട്ടുണ്ടെന്നും അത് പുറത്തുവിടുമെന്നും CC മുകുന്ദൻ പറഞ്ഞു. TCB ന്യൂസ് തൃശൂർ.
എടത്തുരുത്തി അയ്യൻപടിയിൽ തെങ്ങൊടിഞ്ഞു വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു. കൂട്ടമംഗലം അയ്യൻപടി സ്വദേശി കാവുംകീഴിൽ വീട്ടിൽ അംബികയുടെ ഓടിട്ട വീടിന് മുകളിലാണ് തെങ്ങ് വീണത്. തൊട്ടടുത്ത പറമ്പിലെ തെങ്ങാണ് ഒടിഞ്ഞു വീണത്. സംഭവസമയം വീട്ടുകാർ അകത്തുണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു. വധശ്രമക്കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ ലുക്കൌട്ട് സർക്കുലർ പ്രകാരം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും പിടികൂടി. ചന്ദ്രാപിന്നി സ്വദേശി കണ്ണമ്പുള്ളി വീട്ടിൽ വിപിനാണ് അറസ്റ്റിലായത്. 2021 എടത്തുരുത്തി സ്വദേശി കോറൂട്ട് വീട്ടിൽ സുവിലാലിനെ ആക്രമിച്ച കേസിൽ ഒളിവിൽ പോയ പ്രതി പിന്നീട് വിദേശത്തേക്ക് കടക്കുകയായിരുന്നു. ബിരുദമെന്നത് ലക്ഷ്യത്തിലേക്കുള്ള പടവുകൾ മാത്രമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറഞ്ഞു. ഓരോ ബിരുദധാരിയും തന്റേതായ സംഭാവനകളിലൂടെ രാജ്യത്തെ വികസനത്തിന് പ്രാപ്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള കാർഷിക സർവകലാശാലയുടെ 2025 ബിരുദദാനം തൃശൂരിൽ നിർവഹിക്കുകയായിരുന്നു ഗവർണർ. Entrepreneurship has to be developed within the students. It is not that I will be opting for some service. I will be just I wanted a job. After the completion of my graduation, I want some job in the agriculture department of the state as a scientist or a junior scientist or any agriculture officer there. Is this my destination of all these efforts, all these years? Is this the destination? I have to think in a different way. I have to. And if I am not thinking in different way, this upgradation or graduation has got no meaning. I have to think in a different way. Let us think in a different way. And what is that different? Our state government, our central government, they have provided with many schemes on which I can stand on my foot and say, yes, I am doing this. Let us have a new startup. ബിരുദധാരികൾ സ്റ്റാർട്ടപ്പുകളിലൂടെ സ്വയം സംരംഭകരായി വളർന്ന് സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും വികസനത്തിൽ മികച്ച പങ്ക് വഹിക്കുന്നവരാകണം. സ്വാതന്ത്ര്യം നേടി നൂറ്റാണ്ട് തികയുന്ന 2047 വികസിത് ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കാനായി മുന്നിട്ടിറങ്ങണം. നാം നേടുന്ന അറിവുകളും വിദ്യാഭ്യാസ യോഗ്യതകളും സമൂഹത്തിനും രാജ്യത്തിനുമായി ഉപയോഗിക്കപ്പെടുമ്പോഴാണ് അവ യഥാർത്ഥ ലക്ഷ്യം കൈവരിക്കുകയുള്ളൂവെന്നും ഗവർണർ പറഞ്ഞു. രാജ്യത്തേറെ പ്രശസ്തമായ കേരള കാർഷിക സർവകലാശാലയിൽ 15 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടെന്നത് അഭിമാനാർഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൃഷി, അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ഫോറസ്ട്രി, ബേസിക് സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എന്നീ 4 വിഭാഗങ്ങളിലുള്ള 1108 വിദ്യാർത്ഥികളാണ് ബിരുദം സ്വീകരിച്ചത്. ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ സ്വർണ്ണ മെഡലും സർട്ടിഫിക്കറ്റും നൽകി ഗവർണർ അനുമോദിച്ചു. വൈസ് ചാൻസലർ ഡോക്ടർ ബി അശോക്, രജിസ്ട്രാർ ഡോക്ടർ സക്കീർ ഹുസൈൻ, വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ യാമിനി വർമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. പാവർട്ടി പള്ളിയുടെ ശതോത്തര സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഗായിക KS ചിത്ര ആലപിച്ച തിരുനാൾ ഗാനത്തിന്റെ പ്രകാശനം തൃശൂരിൽ നടന്നു. KS ചിത്ര, ചലച്ചിത്ര താരം ജയരാജ് വാര്യർ, ഗായികയും റാപ്പറുമായ ഇന്ദുലേഖ വാര്യർ എന്നിവർ മുഖ്യാതിഥികളായി. പാപ്പ ഫ്രെയിംസ് ടീമാണ് സംഗീത പദ്ധതിക്ക് ചുക്കാൻ പിടിച്ചത്. മ്യൂസിക്കൽ പ്രൊജക്ടിന്റെ ആശയവും ദൃശ്യ സംവിധാനവും നിർവഹിച്ച ജെബിൻ ജോസഫ്, ജമ്മുമ ഫ്രെയിംസ് രക്ഷാധികാരി സേവ്യർ കുറ്റിക്കാട്ട്, പാവർട്ടി തീർത്ഥകേന്ദ്രം റെക്ടർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. കുറുക്കഞ്ചേരി മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള സംസ്ഥാന പാതയുടെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കൽ യൂണിറ്റ് ആവശ്യപ്പെട്ടു. വിഷയത്തിൽ കളക്ടർക്ക് നിവേദനം നൽകാൻ സംഘടന ഒപ്പുശേഖരണം സംഘടിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് KK ഭാഗ്യനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് സുനിൽ സൂര്യ അധ്യക്ഷത വഹിച്ചു. ഈ സമരം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇങ്ങനൊരു സമരത്തിൽ പോകാൻ കാരണം ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആളുകൾ ഈ പ്രദേശത്തുള്ള ഈ റോഡിന് കൊടുങ്ങല്ലൂർ മുതൽ കണിമംഗലം പാടം വരെ മാത്രമല്ല ഈ പ്രദേശത്തൂടെ കടന്നു പോകുന്ന ഓരോ ആളുകൾക്കുള്ള ബുദ്ധിമുട്ടാണ് ഈ റോഡിന്റെ ഈ അവസ്ഥ. ഇത് പൂർത്തിയാക്കാത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. KSTP എന്ന കമ്പനി നടത്തുന്ന ഈ ഒരു അനീതിക്കെതിരെയാണ് നമ്മൾ ഈ സമരം നടത്തുന്നത്. കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മുടെ പാലക്കൽ മേഖല നേരിടുന്ന ദുരിതം ഇവിടെ കടന്നു പോകുന്ന ഓരോ യാത്രക്കാരും അല്ലെങ്കിൽ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നാട്ടുകാർക്കും വ്യാപാരികൾക്കും എല്ലാവർക്കും അറിയാവുന്ന ഇവിടുത്തെ ദുരിതം. വ്യാപാരികൾ കടടച്ചു പോകുന്നു, അപകടത്തിൽപ്പെട്ടവര് മരണമടയുന്നു, അപകടങ്ങൾ പറ്റുന്നു. ഇതിനൊരു ശാശ്വത പരിഹാരം ഈ റോഡിന്റെ ഈ 700 മീറ്റർ റോഡ്, അതാണ് ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ദുരിതം. ഇന്നത്തെ സ്വർണം നിരക്ക്
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,735 രൂപ, പവന് 1,09,880 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ആവേശക്കൊടുമുടി തീർത്ത പരസ്യ പ്രചാരണം പൊട്ടിക്കലാശിച്ചു. ഇനി നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകൾ. വിധിയെഴുത്ത് വ്യാഴാഴ്ച, വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. കോൺഗ്രസ് നേതാവ് PA മാധവന് വാഹനാപകടത്തിൽ പരിക്കേറ്റ സംഭവം പോലീസ് സമഗ്രമായി അന്വേഷിക്കണമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. അപകടത്തിൽ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ലെന്ന് PA മാധവന്റെ മകൻ സമീർ M നായർ. പനമ്പട്ട കിട്ടാനില്ലാത്തതിനാൽ ഗുരുവായൂരപ്പന്റെ ആനകൾ പട്ടിണിയുടെ നിഴലിൽ. പനമ്പട്ട കൃത്യമായി എത്തിക്കുന്നതിൽ കരാറുകാരൻ വീഴ്ച വരുത്തിയതായി ആക്ഷേപം. പരവൂരിൽ തെരുവുനായ ആക്രമണം. കുട്ടികൾ ഉൾപ്പെടെ 3 പേരെ കടിച്ച തെരുവുനായ ചത്തു. പാവർട്ടിയിൽ വിദ്യാർത്ഥിയെ ഉൾപ്പെടെ ആക്രമിച്ച തെരുവുനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. കൊരട്ടി മുരിങ്ങൂരിൽ സ്വകാര്യ ബസിനടിയിൽപ്പെട്ട് വയോധികയ്ക്ക് ദാരുണാന്ത്യം. ഉത്രാളിക്കാവിൽ കാർ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞ 2 പേർക്ക് പരിക്ക്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.